പൂജ ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ആശ്വാസമുണ്ട്. ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട. എന്നാ താൻ കിടന്നു. കിടന്നാലും എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ലടോ. എന്തൊരു പൂജ? കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്റെ മനസ്സിലൊരു വല്ലാത്ത സംശയം വന്നു കൂടിയിട്ടുണ്ട്. എന്താടോ? ഷാനു എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നെന്ന് എനിക്ക് ഉറപ്പാ. അതുകൊണ്ടാണല്ലോ ഈ ഒരു ഫ്രോഡ് വന്ന് ഷാനു വന്ന് കളവ് പറഞ്ഞപ്പോ ആ നിമിഷം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഞങ്ങളുടെ മനസ്സുകൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പുണ്ടായിരുന്നു. ഒരു പെണ്ണ് സ്വയം മറന്ന് അവളെ ഒരു ആണിനെ സമർപ്പിക്കണമെങ്കിൽ എത്രമാത്രം അവൾ അവനെ വിശ്വസിക്കുന്നു എന്ന് തനിക്ക് ഊഹിക്കാമല്ലോ. 3 വർഷത്തെ ബന്ധമായിരുന്നെങ്കിലും 3 യുഗങ്ങളുടെ ആഴം ഉണ്ടായിരുന്നു അതിന്. എന്നിട്ടും എത്രയൊക്കെ ആലോചിച്ചിട്ടും ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യം ഞങ്ങൾക്കിടയിലുണ്ട്. എന്താടോ? ലോയിസങ്ങളും നമ്മുടെയും ഫ്രോഡുകളാണെന്ന് നമുക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാ. എന്നിട്ടും ഷാനു എന്തിനാ എന്നെ അവരുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോകാൻ ശ്രമിച്ചേ? ഒരു തരത്തിലും ഞാൻ എൻ്റെ ഷാനുവിനെ അവിശ്വസിക്കുന്നില്ല. പക്ഷെ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ എനിക്കിനി ഈ ജന്മ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എടോ, താനിങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് പുണ്ണാക്കാതെ. വെറുതെ ഒന്നും അല്ലടോ. ഇങ്ങനൊരു ഡ്യൂപ്ലിക്കേറ്റ് ഷാനു ഒരു പക്ഷെ പൊട്ടി മുളച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കൂടിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് എന്തൊക്കെയോ ചില ആശയക്കുഴപ്പങ്ങള്. ഞാൻ കണ്ടതും കേട്ടതും ഒക്കെ ശരിയായിരുന്നോ എന്നൊരു തോന്നല്. താനെന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ വ്യക്തമായിട്ടൊന്നുമില്ല. പക്ഷെ എനിക്കറിയണോ ആദ്യം എന്റെ ഇന്നലകളിൽ എനിക്ക് ചുറ്റും സംഭവിച്ചത് എന്തൊക്കെയാണെന്ന്, ശരി ഏതായിരുന്നു തെറ്റേതായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞില്ലേ പൂജ, ഇപ്പൊ അതിനൊന്നും പറ്റിയൊരു സാഹചര്യത്തിലല്ല താൻ. ആവശ്യമില്ലാത്ത എല്ലാം തൻ്റെ മനസ്സിനടുത്ത് മാറ്റ്. എടോ, താനിപ്പോ ജീവിക്കുന്നത് തൻ്റെ കുഞ്ഞിനു വേണ്ടി മാത്രമാണ്. ആ ഒരു ചിന്ത മാത്രം ഇപ്പൊ മനസ്സിലുണ്ടായാൽ മതി. ആ ഒരു ചിന്ത കൊണ്ടാ ഞാനിപ്പോ ഇങ്ങനൊരു കൺഫ്യൂഷനിലാവുന്നത്. എന്റെ കുഞ്ഞ് ആകെ കൂടി ഇപ്പൊ പ്രതികരിക്കുന്നത് തൻ്റെ ഒച്ച കേൾക്കുമ്പോഴാ. അപ്പൊ പിന്നെ അവന് ഞാൻ സ്വകാര്യമായി പറഞ്ഞു കൊടുക്കുന്ന എല്ലാ കഥകളിലും ആ ഒരു പ്യൂരിറ്റി വേണ്ടേ? ദേ നോക്ക്, നമ്മൾ ഇത്രയും സംസാരിച്ചപ്പോ തന്നെ അവൻ ആകെ അലേർട്ടായി. അവനാന്ന് താൻ കട്ടായ ഉറപ്പിച്ചു അല്ലേ? ആണായാലും പെണ്ണായാലും ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോ ഒരനക്കവും ഇല്ല. താൻ പരിസരത്ത് എവിടെയെങ്കിലും വന്നാ കാലിട്ടൊരൊറ്റ തൊഴിയ. പൂജ, അത് പിന്നെ എന്താടോ? ഞാനൊന്ന് തൊട്ടോട്ടെ? എന്തിനാ തൊടുന്ന്? ചെവി വെച്ച് നോക്ക്, അവൻ വർത്താനം പറയുന്ന കേൾക്കാലോ. എന്താ എന്താ പൂജ? എന്താ പറ്റി പൂജ? എന്താ? എനിക്കെന്തോ ഇവിടെ കാര്യം പറ. എന്തു പറ്റി പൂജ? കാര്യം പറ, എന്താന്ന്? ഞാൻ പറഞ്ഞല്ലേ ഹോസ്പിറ്റലിൽ പോവാന്ന്. അതൊന്നും വേണ്ട, കിടന്നാ മാറാവുന്നതേ ഉള്ളൂ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പൂജ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് വല്ലത് വേറെ വേദനിക്കുന്നു. ആദി, ഞാൻ മുത്തശ്ശി വിളിക്കാം. ആദി വേണ്ട, ആദി വേണ്ട, താൻ കുറച്ചേരം എൻ്റെ അടുത്തിരുന്നാ മതി. അല്ല എടോ, കുഴപ്പമില്ല, ഒന്നുമില്ല. എൻ്റെ ഈശ്വര,